ടോപ്റ്റന്റെ സ്പെഷ്യൽ വാർത്തയിലേക്കാണ്. കൊല്ലം നഗരത്തിലെ മാലിന്യ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുന്നില്ല. ശുചിത്വ നഗരം, സമ്പൂർണ്ണ മാലിന്യമുക്ത കോർപ്പറേഷൻ എന്നിങ്ങനെ ബഹുമതികൾ സ്വന്തമാക്കുമ്പോഴും നഗരത്തിന്റെ പൊതു ഇടങ്ങളിലൊക്കെ മാലിന്യങ്ങൾ കുന്നുകൂടുകയാണ്. നടപടിയെടുക്കേണ്ടവരും മാതൃകയാകേണ്ടവരുമൊക്കെ ഇവിടെ മാലിന്യങ്ങൾ പൊതു ഇടങ്ങളിലേക്ക് വലിച്ചെറിയുന്നുണ്ട്. വാർത്തകൾ. സമ്പൂർണ്ണ ശുചിത്വം പ്രഖ്യാപനങ്ങളിൽ ഒതുങ്ങുന്ന കാഴ്ചയാണ് നഗരത്തിന്റെ പല ഭാഗങ്ങളിലും കാണാൻ കഴിയുന്നത്. മൂക്കുപൊത്താതെ നഗരത്തിൽ യാത്ര സാധ്യമല്ല. മാംസാവശിഷ്ടങ്ങൾ ഉൾപ്പെടെ പൊതുസ്ഥലങ്ങളിലേക്ക് വലിച്ചെറിയുന്നു. ചെറിയ രീതിയിലെങ്കിലും കാടുമൂടിയ സ്ഥലങ്ങളാണ് ഇത്തരത്തിൽ മാലിന്യങ്ങൾ നിക്ഷേപിക്കാനായി തിരഞ്ഞെടുക്കുന്നത്. നഗരത്തിലെ ഓടകളുടെയും അവസ്ഥ മറ്റൊന്നല്ല. ഒഴുക്ക് നിലച്ച് മാലിന്യങ്ങൾ കെട്ടിനിൽക്കുന്നതിനാൽ സാംക്രമിക രോഗങ്ങൾ പടർന്നു പിടിക്കുന്നു. മഞ്ഞപ്പിത്തത്തിൻ്റെയും ഡെങ്കിപ്പനിയുടെയും കണക്കുകളെടുത്താൽ നഗരത്തിൽ ഇവ കൂടി വരുന്നതായാണ് ആരോഗ്യ പ്രവർത്തകർ പറയുന്നത്. എന്നാൽ ഇക്കാര്യങ്ങളിലൊക്കെ നടപടിയെടുക്കേണ്ടവർ മൂക്കിനൊപ്പം കണ്ണും അടച്ച അവസ്ഥയിലാണ്. നഗരത്തിലെ മാലിന്യ പ്രശ്നങ്ങൾക്ക് പരിഹാരം തേടി ഞങ്ങൾ ജില്ലാ ഭരണസിരാ കേന്ദ്രത്തിലെത്തി. പക്ഷേ അവിടുത്തെ കാഴ്ച ഇതാണ്. ഗാർഹിക മാലിന്യത്തിനു പുറമെ വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നുള്ള മാലിന്യങ്ങളും കുന്നുകൂടിയതോടെ മാലിന്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങൾ പൂർണ്ണമായും നിലച്ച മട്ടാണ്. മാലിന്യങ്ങൾ പൊതുസ്ഥലങ്ങളിൽ നിക്ഷേപിക്കുന്നവർക്ക് പിഴ ഈടാക്കും എന്ന മുന്നറിയിപ്പുണ്ടെങ്കിലും അത് കൊല്ലം നഗരത്തിൽ നടപ്പിലാകുന്നില്ല. നഗരത്തിൽ പലയിടത്തും ജൈവമാലിന്യ സംസ്കരണ പ്ലാന്റുകൾ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും അവയും കൃത്യമായി പ്രവർത്തിക്കുന്നില്ല. പ്രവർത്തന സമയം രാവിലെ 7 മണി മുതൽ ഉച്ചയ്ക്ക് 2 മണി വരെ, ഉച്ചയ്ക്ക് 3 മണി മുതൽ 7 മണി വരെ. പക്ഷേ ഇത് പ്രവർത്തിച്ച സമയം നാട്ടുകാർക്കറിയില്ല. പ്രദീപ് വാളത്തുങ്ങലിനൊപ്പം സുധീഷ്, അമൃത ന്യൂസ്, കൊല്ലം. മാലിന്യ പ്രശ്നത്തിൽ പരിഹാരം ആവശ്യപ്പെട്ട് കൊല്ലം കോർപ്പറേഷന് മുന്നിലേക്ക് നിരവധി പ്രതിഷേധ സമരങ്ങൾ നടന്നിട്ടുണ്ട്. പക്ഷേ അതുകൊണ്ടൊന്നും മാലിന്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങൾ കാര്യക്ഷമമായി നടക്കുന്നില്ല എന്നാണ് പൊതുജനത്തിന്റെ പരാതി. ചില പ്രതികരണങ്ങൾ കേൾക്കാം. ആരോഗ്യ പ്രവർത്തകർ സർവേ എടുക്കുന്ന ജോലി മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മുടെ വീട്ടിൽ ചിരട്ടയിൽ വെള്ളം ഇരിപ്പുണ്ടെങ്കിൽ അവരത് കമത്തിയിട്ട് പോകും. ഇത് തന്നെ നടക്കുന്നത്, അല്ലാതെ വേറെ ഒന്നും അവർ ചെയ്യുന്നില്ല. അവർക്ക് ചെയ്യാൻ പറ്റത്തില്ല. അവരുടെ പരിധി വരുന്ന കാര്യങ്ങൾ അവർ ചെയ്യുന്നു. ഞങ്ങളുടെ നാട്ടിലൊരു ഓട പോലും ഇല്ല. വെള്ളം അഴുക്കിയാൽ പോകാനുള്ള സൗകര്യങ്ങളൊന്നുമില്ല. എന്നാൽ 2 സെൻറ്റും 3 സെൻറ്റും മാത്രമുള്ള ജനങ്ങളാണ് ഇവിടെ താമസിക്കുന്നത്. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് തന്നെ ചിന്തിക്കാമല്ലോ, രോഗം പടരുമോ ഇല്ലയോ. ഒരു ഓടയുണ്ടെങ്കിൽ അത് വേസ്റ്റ് വാട്ടർ അങ്ങോട്ടെങ്കിലും പോകാനുള്ള സംവിധാനം. നമ്മുടെ മുറ്റത്ത് തന്നെ വേസ്റ്റ് കിടന്ന് നമ്മുടെ കൊച്ചുങ്ങളിത് ചവിട്ടി വീടിനകത്ത് കയറി കൊച്ചുങ്ങളുടെ കാലിൽ അഴുക്ക് പറ്റി ഈ രോഗം പടരുന്നു. ഇങ്ങനെ തന്നെ വരുന്നത്. ഓട അത്യാവശ്യമായിട്ട് ഓട വേണം. രണ്ടാമത് വേസ്റ്റ് ഡംപ് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുക്കണം. നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ഒരു വലിയൊരു സ്ഥാപനമാണ്. ആ സ്ഥാപനത്തിൽ ഇപ്പം തന്നെ അവിടെ വന്നപ്പോൾ ഇവിടെ കഴിച്ച വേസ്റ്റുകളാണ് കിടക്കുന്നത്. കഴിച്ച വേസ്റ്റുകൾ അതേ രീതിയിൽ കൊണ്ടുവന്ന് അവർ മാതൃകയാവേണ്ട ഉദ്യോഗസ്ഥർ അവർ തന്നെ ജനങ്ങൾക്ക് കൊടുക്കുന്ന ഒരു മെസ്സേജാണ് ഈ കാണുന്നത്. മാലിന്യം ശേഖരിച്ച് വെച്ചുകൊണ്ട് തന്നെ അവർ മുന്നോട്ട് പോവുക. അപ്പം നടന്നു വരുമ്പം തന്നെ ദുർഗന്ധം വമിക്കുന്നുണ്ട്. ഒരു ജനത്തിന് ഒരു ആവശ്യത്തിന് വേണ്ടി കയറി വരുന്ന ഓഫീസുകളാണ്. അങ്ങനെ ഇതേപോലുള്ള ഓഫീസുകൾ അവർ മാതൃകയാവേണ്ടടുത്ത് അവർ മാതൃകയാവല്ലാതായി തീരുക. മാലിന്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങളിൽ കാര്യക്ഷമമായി നടക്കാത്തതിനെ ചൊല്ലി കൊല്ലം കോർപ്പറേഷൻ കൗൺസിൽ യോഗങ്ങളിൽ നിരന്തരം പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. എന്നാൽ കൗൺസിൽ യോഗങ്ങളിൽ എടുക്കുന്ന തീരുമാനങ്ങൾ പിന്നീട് നടപ്പാകുന്നില്ല. നഗരത്തിൽ പലയിടങ്ങളിലും മാലിന്യം ശേഖരിക്കുന്നതിനും അവ സംസ്കരിച്ച് മാറ്റുന്നതിനുമായി ലക്ഷങ്ങൾ മുടക്കി പല സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ടെങ്കിലും അവയൊക്കെ വെറും നോക്കുകുത്തികളായി മാറുകയാണ്. വാർത്തയുടെ വിശദാംശങ്ങൾ കൊല്ലത്ത് നിന്ന് സുധീഷ് കുമാർ നൽകും. സുധീഷ് സൂചിപ്പിച്ചതുപോലെ സമയമൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, പ്രവർത്തന സമയം. പക്ഷേ പ്രവർത്തിച്ചതുവരെ നാട്ടുകാർ കാണുന്നില്ല എന്നാണ്. ഈ സംസ്ഥാനം മാലിന്യമുക്തമാണ്, വലിയ പുരസ്കാരങ്ങളൊക്കെ നമ്മൾ പല സമയത്തും നേടുകയൊക്കെ ചെയ്തു. പക്ഷേ എവിടെയാണ് നമുക്ക് പിഴച്ചത്? ഇനി എന്താണ് ചെയ്യാൻ കഴിയുക? കൊല്ലം നഗരത്തെ സംബന്ധിച്ചിടത്തോളം മാലിന്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങൾ കൊല്ലത്ത് എന്നും ഒരു തലവേദന തന്നെയാണ്. കൃത്യമായ മാലിന്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങൾ നടക്കുന്നില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. ഇതിനായി നിരവധി സംവിധാനങ്ങൾ കൊല്ലം കോർപ്പറേഷൻ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ അതൊന്നും തന്നെ കൃത്യമായ രീതിയിൽ പ്രവർത്തിക്കുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് നഗരത്തിൽ പലയിടങ്ങളിലും ഇത്തരത്തിൽ മാലിന്യങ്ങൾ കുന്നുകൂടുന്നത്. വീടുകളിൽ നിന്നുള്ള മാലിന്യങ്ങളും ഒപ്പം അറവുശാലകളിൽ നിന്നുള്ള മാലിന്യങ്ങളും ഒപ്പം വ്യവസായ കേന്ദ്രങ്ങളിൽ നിന്നും ഹോട്ടലുകളിൽ നിന്നും മറ്റുമൊക്കെയുള്ള മാലിന്യങ്ങൾ ഇത്തരത്തിൽ പല ഇടങ്ങളിലും നഗരത്തിൻ്റെ പ്രധാന ഇടങ്ങളിലൊക്കെ
നദിയിലേക്ക് തന്നെ കൊണ്ടുചെന്ന് തള്ളുന്ന ഒരവസ്ഥ. ഇത്തരത്തിൽ ഈ തള്ളുന്ന കാഴ്ച പലയിടത്തും ഉണ്ടാകുമ്പോഴും പക്ഷേ ഇവർക്ക് എതിരെയൊന്നും കൃത്യമായ നടപടി സ്വീകരിക്കാനും കൊല്ലം കോർപ്പറേഷന് കഴിയുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പക്ഷേ ഇത്തരത്തിൽ പിഴ ഈടാക്കുമ്പോൾ പിഴ ചുമത്തപ്പെടുന്ന ജനങ്ങൾ, പൊതുജനങ്ങൾ ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട്. കാര്യം അവരുടെ മാലിന്യങ്ങൾ വീടുകളിൽ സംസ്കരിക്കാൻ കഴിയാത്തവർ മറ്റെന്തു ചെയ്യും എന്നുള്ളത്. മാലിന്യ സംസ്കരണത്തിനുള്ള കൃത്യമായ സംവിധാനങ്ങൾ ഇവർക്ക് ഒരുക്കി നൽകുന്നില്ല. വീട്ടിൽ അതിനുള്ള സൗകര്യങ്ങളില്ലെങ്കിൽ അവർ പുറത്തേക്ക് മാലിന്യങ്ങൾ വലിച്ചെറിയുന്ന ഒരു കാഴ്ചയാണ് പലയിടത്തും ഉള്ളത്. അത്തരത്തിൽ മാലിന്യങ്ങൾ കുന്നുകൂടിയത് മൂലം പകർച്ചവ്യാധികളും തെരുവു നായ്ക്കളുടെയൊക്കെ ശല്യമുണ്ട് നഗരത്തിൽ പലയിടങ്ങളിലും. കൃത്യമായ മാലിന്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ അവയ്ക്കാവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ വേണ്ടി കൊല്ലം കോർപ്പറേഷൻ ലക്ഷങ്ങൾ മുടക്കി പലയിടങ്ങളിലും നഗരത്തിൻ്റെ പ്രധാന ഇടങ്ങളിലൊക്കെ തന്നെ ജൈവ മാലിന്യ സംസ്കരണ പ്ലാന്റുകൾ സ്ഥാപിച്ചിരുന്നു. പക്ഷേ അവയൊന്നും തന്നെ കൃത്യമായി പ്രവർത്തിക്കാത്തത് മൂലം കാട് മൂടിയ അവസ്ഥയിലാണ്. ഇത്തരത്തിൽ ദയനീയമായ കാഴ്ചയാണ് മാലിന്യ സംസ്കരണം സംബന്ധിച്ചിടത്തോളം കൊല്ലം ജില്ലയിലുള്ളത്. ഇതിനൊക്കെ ഒരു നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് പ്രതിപക്ഷ കക്ഷികൾ ഉൾപ്പെടെ കൊല്ലം കോർപ്പറേഷനിലേക്ക് നിരവധി തവണ പ്രതിഷേധ മാർച്ചുകൾ നടത്തിയിരുന്നു. മാലിന്യങ്ങൾ ചുമന്നുകൊണ്ട് ആ മാലിന്യങ്ങൾ കൊല്ലം കോർപ്പറേഷനിലേക്ക് വലിച്ചെറിഞ്ഞുകൊണ്ടുള്ള പ്രതിഷേധ സമരങ്ങളും ഒക്കെ തന്നെ സാക്ഷ്യം വഹിച്ച ഒരു നാടാണ് കൊല്ലം കോർപ്പറേഷൻ. പക്ഷേ അത്തരത്തിലുള്ള പ്രതിഷേധ സമരങ്ങളും പൊതുജനങ്ങളുടെ പരാതികളൊക്കെ ഉയർന്നിട്ടും കൊല്ലം കോർപ്പറേഷൻ ഇക്കാര്യത്തിൽ കൃത്യമായ ഒരു നടപടി സ്വീകരിക്കാത്തത് അതിദയനീയമായ ഒരു കാഴ്ചയാണ്.